ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ അടുപ്പിൽ ഇഡ്ഡലിത്തട്ടിൽ എല്ല് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടുത്തെ ഫുഡ് എല്ലും കപ്പയുമാണ്. ഈ എല്ലും കപ്പയ്ക്ക് ഞങ്ങളുടെ ഇവിടെ ഏഷ്യാഡ് എന്ന ഒരു പേരും കൂടിയുണ്ട് കേട്ടോ. ഫുൾ ഓൺ എനർജി തരുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണ്, ഇടുക്കിക്കാരുടെ ട്രഡീഷണൽ ഫുഡാണ് എല്ലും കപ്പയും. അപ്പം ഒരു സൈഡിൽ അടുപ്പത്ത് എല്ല് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ കപ്പയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന കപ്പ ബിരിയാണി ഉണ്ടല്ലോ, ആ കപ്പ ബിരിയാണി ഏകദേശം എല്ലും കപ്പയുടെയും ഒരു വെറൈറ്റിയാണ്, പക്ഷേ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ ഇടുക്കിയിൽ പണ്ടൊക്കെ കല്യാണ ദിവസം തലേന്ന് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡായിരുന്നു ഈ എല്ലും കപ്പയും. ഇപ്പോഴും ഇടുക്കിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണത്തലേന്ന് എല്ലും കപ്പയും ഗസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ എല്ലും കപ്പയും ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് കുറച്ച് മീറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ എല്ലും കപ്പയും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഇത് ഫൈനൽ സ്റ്റേജാണ്. കോലും കൊണ്ട് ഇളക്കി കൊടുത്ത് കപ്പയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കുന്നതാണ്. ഞാൻ വേറൊരു ദിവസം നെക്സ്റ്റ് ടൈം എല്ല് വാങ്ങിക്കുമ്പം എല്ലും കപ്പയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് തരാം. അതിൻ്റെ റെസിപ്പീസൊക്കെ കപ്പ ബിരിയാണീനെ പോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതാണ് ശരിക്കും ട്രഡീഷണൽ എല്ലും കപ്പയും, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ഏഷ്യാഡ്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എല്ലും കപ്പയും ആയിരുന്നു. നിങ്ങളുടെ അവിടെ എന്തായിരുന്നു സ്പെഷ്യൽ ഫുഡ്? അപ്പോൾ എല്ലാവർക്കും എല്ലും കപ്പയും ഇഷ്ടമുള്ളവരാരൊക്കെ ഉണ്ട്?